ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്താണ്, ഞാനിപ്പോൾ ഉള്ളത് ഗണപതി അമ്പലത്തിലാണ്. അന്നേരം നമ്മളാണെങ്കിൽ അവിടെ വന്നിട്ട് അവിടുന്ന് വാങ്ങിച്ച കുറച്ച് സാധനത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത്. ഫസ്റ്റാണ് ഞങ്ങൾ കയറിയത് ഈ പാത്രക്കടയിലൊക്കെ ആയിരുന്നു. അത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി, പിന്നെ എൻ്റെ കുഞ്ഞമ്മയ്ക്ക് വേണ്ടി, പിന്നെ എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടി. ഇവർക്കത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. അവരവിടെ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്ടാക്കിയോ വാങ്ങിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കി തന്നെയായിരുന്നു. ഇവിടെ കുളത്തിൻ്റെ അടുത്ത് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ മാത്രമല്ല, വേറെ കുറച്ചിടത്തൊക്കെ ഇതുണ്ടായിരുന്നു. നമ്മളിവിടെ നിന്നുകൊണ്ട് ഇതങ്ങ് എടുത്തതാണ്. പിന്നെ അവിടുന്ന് എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇഷിക ഭയങ്കര ഡെസ്പായിരുന്നു. കാരണം അവൾക്ക് ചെവി വയ്യ, ചെവി വേദനയാണെന്നും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു അമ്പലത്തിൽ. അപ്പം പിന്നെ നമ്മളും കൂടെ കൂടുതൽ നേരമൊന്നും അവിടെ വെയിറ്റ് ചെയ്തില്ല. എന്നാലും ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അമ്മ പറഞ്ഞു, നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് എന്താ ഗുണമുള്ളത്. പിന്നെ കുറച്ച് സ്പൂണും എന്തുവാണെന്നറിയാത്തൊരു തവിയും വാങ്ങിച്ചു. അങ്ങനെ ആ തവി വാങ്ങിച്ചപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ല, എന്തായാലും എടുത്തോളാൻ പറഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പാത്രങ്ങളും ഒക്കെ വാങ്ങിച്ചു. പിന്നെ അപ്പോൾ ഇഷികയ്ക്കും പാത്രം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇഷികയ്ക്ക് വേണ്ടത് ഏത് പാത്രമാണ്? ദാണ്ട് ഈ കാണുന്ന പർപ്പിൾ പാത്രമാണ് വേണ്ടത്. അതെന്തിനാ 2 ദിവസം കൊണ്ട് തല്ലി പൊട്ടിക്കാനാണ്. അതുകൊണ്ട് ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ അവിടെ നേരെ, എനിക്കപ്പം ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിന് വേണ്ടി ഒരു കടയിൽ, എനിക്ക് അക്ഷതിനും ആഗ്രഹം ഉണ്ടായിരുന്നു വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ കണ്ട് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒന്നുമില്ല, നമുക്കിഷ്ടപ്പെടുന്ന ഒന്നുമില്ല. പിന്നെ അതിനകത്തുനിന്ന് ഞാൻ ഒരെണ്ണം എടുത്തപ്പോൾ താണ്ട കണ്ടില്ലേ ഒരുമാതിരി ഇരിക്കുന്നു. പിന്നെ അവിടെ ഉള്ള കുറേ നല്ലതുള്ളതെല്ലാം എനിക്ക് വലുതും ഇത് കണ്ടില്ലേ, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാനത് അവിടെ വെച്ചു. പിന്നെ അമ്മയ്ക്കൊക്കെ ബാഗ് വേണമെന്ന് പറഞ്ഞു. എല്ലാ വർഷവും ഇവിടെ വരുമ്പോഴും അവർക്ക് എല്ലാ തവണയും ബാഗ് വേണം. ആ ബാഗ് പിന്നെ അടുത്ത വർഷം മാറത്തോളൂ, അത് പിന്നെ നല്ലതാണല്ലോ. അങ്ങനെ അവിടുന്ന് എല്ലാം ബാഗ് നോക്കി. എനിക്ക് ഈ ഒരു ബാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പർപ്പിൾ കളറൊക്കെ വരുന്ന അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ എന്തോ നല്ലോണം എനിക്കത് വാങ്ങിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചില്ല. പിന്നെ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഇരിക്കുന്ന ചെറിയ ബാഗ് ആയതുകൊണ്ട് വലുത് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏതോ ഒരെണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്മൽ പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അമ്മയ്ക്ക് കമ്മൽ വേണമെന്ന് പറഞ്ഞു. അവിടെ നിന്നൊന്നും പറയണ്ട, ഞാൻ കമ്മൽ വാങ്ങിക്കാൻ കയറിയപ്പോൾ വിചാരിച്ചു ഒരു കൊട്ട വാങ്ങിക്കുമെന്ന്. പക്ഷേ ഒരെണ്ണം എന്തായാലും വാങ്ങിച്ചോളൂ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, ഒരെണ്ണേ വാങ്ങിച്ചോളൂ. ഇഷ്ടപ്പെട്ട ഒരെണ്ണം, പിന്നെ കുഞ്ഞമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കഴിക്കാൻ കയറുമായിരുന്നു. അവർക്ക് പാനിപൂരി വേണമെന്ന് പറഞ്ഞ് അങ്ങനെ കഴിക്കുകയാണ്. ഞാൻ കഴിച്ചിട്ടില്ല ഇതുവരെ. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഒന്നും പറയേണ്ട, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ആ എക്സ്പ്രഷൻ, എൻ്റെ അമ്മ ഒന്നും പറയേണ്ട. ഇനി ഞാൻ ജന്മത്ത് പാനിപ്പൂരി കഴിക്കത്തില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടു. ഞാൻ കഴിച്ചില്ല, ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്തോളൂ. ഒട്ടും കൊള്ളത്തില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ടേസ്റ്റ്, ഒന്നും പറയണ്ട. പിന്നെ കുറേ നേരം അവൻ്റെ ടേസ്റ്റേ അങ്ങ് പോയി. പക്ഷെ ഇവരൊക്കെ ഒന്നും പറയണ്ട. ഇത് 3ാമത്തെയോ 4ാമത്തെയോ എങ്ങാണ്ടാണ്. കൂടുതൽ കഴിക്കുന്നത് നീരജല്ല, അക്ഷതല്ല, എൻ്റെ അനിയത്തി ഇഷികയാണ്. അപ്പോഴത്തേക്കും ചെവിവേദനയൊക്കെ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ, അവിടെ കൊള്ളലായിരുന്നല്ലോ, അതുകൊണ്ട് ഇനി വാങ്ങിക്കാൻ പറഞ്ഞു. ഇവിടുന്ന് ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയി. അവിടെ ആണെങ്കിൽ വള, മാല, കമ്മൽ, മോതിരമൊക്കെ സെറ്റുണ്ട്. ഞാൻ അത് വാങ്ങിക്കാൻ മറന്നുപോയി. പിന്നെ അവിടുന്ന് എനിക്കൊരു ചീപ്പ് വാങ്ങിച്ചു. പിന്നെ അവർക്കും ഒരു ചീപ്പ് വാങ്ങിച്ചു. പിന്നെ 2 മാല വാങ്ങിച്ചു. അതോടെ അതൊക്കെ അങ്ങ് തീർന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല എന്നാൽ അതിൻ്റെ ടേസ്റ്റ് പോയെന്ന്. അതുകൊണ്ട് 3 ഐസ്ക്രീം ഇങ്ങനെ വാങ്ങിച്ചു. 3 ഐസ്ക്രീം. എനിക്ക് ചോക്കോബാറാണ് ഇഷ്ടം, ഞാൻ വേറെ ഒന്നും കഴിക്കത്തില്ല ഐസ്ക്രീമിൽ. എനിക്ക് ഇഷികയ്ക്കും അക്ഷതിനും ചോക്കോബാർ ആയതുകൊണ്ട് ഞങ്ങൾ 3 പേരും ചോക്കോബാർ കഴിച്ചു. അവൻ ചോക്ലേറ്റ് കോൺ കഴിച്ചു, പിന്നെ ഒരു വാനിലയും കൂടെ കഴിച്ചു. അങ്ങനെ ചോക്കോബാറും കഴിച്ചിട്ട് നമ്മൾ ഈ വർഷത്തെ ഗണപതി അമ്പലത്തിലെ ഉത്സവം വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളെ ഈ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങ് തീർന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.